കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പിന്നാലെ തൃശൂർ മെഡിക്കൽ കോളേജിലും ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് പ്രിൻസിപ്പലിന് സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 12:30 ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒരു അരക്ഷിതാവസ്ഥയാണോ? ആരാണ് ഈ വ്യാജ ബോംബ് ഭീഷണിക്ക് പിന്നിൽ? പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, തൃശൂർ മെഡിക്കൽ കോളേജിന്, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് തൊട്ടു പിന്നാലെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലും ബോംബ് സ്ഫോടനം ഉണ്ടാകും എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു ഇമെയിൽ സന്ദേശം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ലഭിച്ചത്. ഉച്ചയ്ക്ക് 12:30 ബോംബ് പൊട്ടുമെന്നായിരുന്നു ഭീഷണി. എന്തായാലും ഈ ഭീഷണി സന്ദേശം ലഭിച്ച ഉടനെ തന്നെ ഇവർ വിവരം പോലീസിന് കൈമാറുകയും പോലീസിന്റെ ഡോഗ് സ്ക്വാഡും അതേപോലെ തന്നെ ബോംബ് സ്ക്വാഡും അടക്കം ഈ മെഡിക്കൽ കോളേജിന്റെ മുക്കിലും മൂലയിലും അരിച്ചു പെറുക്കിയെങ്കിലും അസ്വാഭാവികതയായിട്ടുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു ഭീഷണി തുടരുന്ന സാഹചര്യത്തിൽ പോലീസ് ജാഗ്രതയിലാണ്. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസിന്റെ സാന്നിധ്യമുണ്ട്. അതിന് പുറമെ ഈ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അസ്വാഭാവികമായിട്ടൊന്നും ഇവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എല്ലാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് പരിശോധന കോളേജിനോട് ചേർന്നുള്ള മറ്റേ പുറത്തുള്ള പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വന്നിട്ടുള്ള ഇമെയിലിന്റെ സന്ദേശത്തിന്റെ ഉറവിടം, അതായത് അതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി സൈബർ സെല്ലിന്റെയും അതേപോലെ തന്നെ മറ്റ് വിദഗ്ധരുടെയും നേതൃത്വത്തിൽ ആ ഒരു പരിശോധനയും മറുഭാഗത്ത് നടക്കുകയാണ്. ശരി സാനു, കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ എത്തിക്കൂ. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പിന്നാലെ തൃശൂർ മെഡിക്കൽ കോളേജിലുമാണ് ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് പ്രിൻസിപ്പലിന് സന്ദേശം ലഭിച്ചത്. സാനുവാണ് വിവരങ്ങൾ നൽകിയത്.